മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 21 മുതൽ 28 വരെയുള്ള തിരുവചനത്തിലൂടെയാണ് നാം കടന്നു പോകുക. തമ്പുരാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറഞ്ഞു വയ്ക്കുക, ഒരു വ്യക്തി എപ്രകാരമാണ് അവൻ്റെ വിശ്വാസം ആഴത്തിൽ തമ്പുരാനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വായനകളൊക്കെ ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെയും അതുപോലെ തന്നെ പഴയ നിയമത്തിലൂടെയും ലേഖനത്തിലൂടെയൊക്കെ തമ്പുരാൻ പറഞ്ഞു വയ്ക്കുക വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ നാം കടന്നു പോകുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ തമ്പുരാൻ പറഞ്ഞു വയ്ക്കുക, കർത്താവ് തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തെ തൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവിടെ മരുഭൂമിയിൽ അവർക്ക് ആ ജനത്തിന് തമ്പുരാൻ കാടപ്പക്ഷിയെയും അതുപോലെ തന്നെ മന്നയും നൽകി അനുഗ്രഹിക്കുന്ന ഒരു തമ്പുരാനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ദാഹിക്കുമ്പോൾ അവർക്ക് പാറയിൽ നിന്നും ദാഹജലം നൽകി അനുഗ്രഹിക്കുന്ന ഒരു തമ്പുരാനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. വീണ്ടും നമ്മൾ കടന്നു പോകുമ്പോൾ അവർക്ക് രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായിട്ടും കർത്താവ് നിലകൊള്ളുന്നു. അപ്പോൾ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ഒരു ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകുമ്പോൾ അവർ എപ്രകാരമാണ് തമ്പുരാനോട് നന്ദി പറയുക എന്നുള്ളതാണ്. മോശ മലയിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു കടന്നു വരുമ്പോൾ ഈ ജനം ദൈവത്തിനെതിരെ പിറുപിറുക്കുകയും അതുപോലെ തന്നെ ദൈവത്തിനെതിരായി വിഗ്രഹാരാധന നടത്തുകയും ചെയ്യുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക, മോശ വഴി നമ്മളോട് പറഞ്ഞു വയ്ക്കുക, തമ്പുരാനിൽ നിന്നും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതെ തമ്പുരാനോടൊപ്പം ചരിക്കേണ്ട വിശ്വാസികളാകാതെ അവിടെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു ജനത്തെ നാം കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ദൈവം ആ ജനത്തിനെതിരെ ആഗ്നേയ സർപ്പങ്ങളയച്ച് അവരെ ശിക്ഷിക്കുകയും അതുമൂലം അവർ മരണമടയുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഈ മോശ തന്നെ തമ്പുരാനോട് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് അവർ ഈ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അതിൽ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്ന് അവർക്ക് വാഗ്ദാനം ചെയ്യുകയും വീണ്ടും തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുന്നു. വീണ്ടും ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ പഴയ നിയമത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മളുടെ യഥാർത്ഥമായ വിശ്വാസം അല്ലെങ്കിൽ ശാശ്വതമായ അടിസ്ഥാനമായ ശില എന്ന് പറയുന്നത് നമ്മളുടെ ദൈവം എന്നാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഈ ശാശ്വതമായ അടിസ്ഥാനമായ ശിലയായ ദൈവത്തിലേക്ക് നാം കടന്നു വരണമെങ്കിൽ ചില കാര്യങ്ങൾ തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ അവിടത്തേക്ക് വിശ്വസ്തരായ ജനമായി തീരുക എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ ലേഖനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഫിലിപ്പിയരുടെ ലേഖനത്തിൽ തമ്പുരാൻ പറഞ്ഞു വയ്ക്കുക, നമ്മളുടെ വിശ്വാസം എപ്രകാരമാണ് എന്ന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഫിലിപ്പിയരുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയും ആ ലേഖനത്തിൽ ഇപ്രകാരമാണ് ഈശോ നമ്മളോട് പറഞ്ഞു വയ്ക്കുക, നമ്മൾ തമ്പുരാനോട് അടുത്ത് നിൽക്കുന്ന ചില 3 കാര്യങ്ങൾ തമ്പുരാൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മളുടെ ഒന്നാമതായിട്ട് തമ്പുരാൻ പറഞ്ഞു വയ്ക്കുക പ്രാർത്ഥനയിലൂടെ, രണ്ടാമതായിട്ട് തമ്പുരാൻ പറഞ്ഞു വയ്ക്കുക അപേക്ഷകളിലൂടെ, മൂന്നാമതായിട്ട് തമ്പുരാൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുക കൃതജ്ഞത സ്തോത്ര പ്രാർത്ഥനകളിലൂടെ യാചനകളിലൂടെ തമ്പുരാനെ സമർപ്പിക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ ലേഖനത്തിലൂടെ തമ്പുരാൻ പറഞ്ഞു വരുമ്പോൾ വീണ്ടും നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് ഇത് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ യേശുനാഥൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുക നമ്മളുടെ വിശ്വാസം എപ്രകാരമാണ്. ഇവിടെ ഈ ഒരു സ്ത്രീ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവളുടെ മകൾ, പിശാചബാധിതയായ മകൾക്ക് സുഖം പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തമായ ഒരു വിശ്വാസം തമ്പുരാൻ്റെ മുമ്പിൽ അർപ്പിക്കുവാനായിട്ട് ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഒരു അപേക്ഷയാണ്. ആ അപേക്ഷ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ സുവിശേഷത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുക ഇപ്രകാരം ഒരു കാര്യമാണ്. തമ്പുരാൻ അവളോട് പറയുന്നുണ്ട്,
മക്കളുടെ ഭക്ഷണമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പോൾ ആ സ്ത്രീ എന്താണ് തിരിച്ച് തമ്പുരാനോട് പറയുക? അവൾ പറയുന്നു, നായ്ക്കൾ പോലും യജമാനൻ്റെ മേശയിൽ നിന്നും വീഴുന്ന അപ്പക്കഷങ്ങൾ കൊണ്ട് വിശപ്പ് തീർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു യഥാർത്ഥമായ ഒരു ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷകനായ ദൈവം തങ്ങൾക്ക് മാത്രം ഉള്ളതാണ് എന്നുള്ളൊരു സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ രക്ഷ കരഗതമാകുക ഈ ഒരു യഹൂദ ജനത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അവിടെ തമ്പുരാൻ ഈ സ്ത്രീയോട് ചോദിക്കുന്നത് അവളുടെ തീക്ഷ്ണമായ ആ വിശ്വാസം അവൾ എപ്രകാരമാണ് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ഈ യഹൂദരെ പോലെയാണോ അവളുടെ വിശ്വാസം എന്ന് അവിടെ തമ്പുരാൻ അവളെ പരീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ ഇപ്രകാരം പറയുമ്പോൾ അവൾ പറയുന്നത് ഇപ്രകാരം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. നമ്മളുടെ വിശ്വാസം അവൾ തമ്പുരാൻ ഈ യഹൂദ ജനങ്ങൾക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു തമ്പുരാനല്ല, മറിച്ച് ആ തമ്പുരാൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു അംശം പോലും എൻ്റെ ജീവിതത്തിൽ ഉളവായാൽ ഞാൻ രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തീക്ഷ്ണമായ ഒരു വിശ്വാസം ഈ സ്ത്രീയിൽ ഉളവാകുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, തമ്പുരാൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുക, നമ്മളുടെയൊക്കെ വിശ്വാസം എപ്രകാരമുള്ളതാണ് എന്നുള്ളതാണ്. ഒരു തീക്ഷ്ണമായ ഒരു വിശ്വാസം നമുക്ക് തമ്പുരാനെ പ്രഘോഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രഖ്യാപിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. അതിനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ വെളിച്ചം എന്നുള്ള ചാക്രിക ലേഖനം. അന്നത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കുക ഇപ്രകാരമാണ്, ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി എപ്രകാരമാണ് അവൻ പ്രകാശത്തിൻ്റെ പാതയിൽ ചരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത മാതൃക എന്നുള്ളത് ക്രിസ്തുവിലായിരിക്കണം, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ ഈ സ്ത്രീയിലുള്ള വിശ്വാസം തന്നെയാണ് നമ്മളും ഓരോരുത്തരും ഏറ്റുപറയേണ്ടത് എന്നുള്ളത്. കർത്താവേ, ദാവീദിൻ്റെ പുത്ര എന്ന് ഏറ്റുപറയുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.